BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പ്രവാസി മലയാളികളുടെ സംഗമമായ ലോക കേരള സഭ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളാണ് വേദി. പ്രവാസികൾക്ക് പ്രോത്സാഹനവും ആദരവും നൽകിക്കൊണ്ട് കേരളത്തിൽ അവരുടെ നിക്ഷേപ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുകയും അതുവഴി കേരളത്തെ കൂടുതൽ വികസന പാതയിലെത്തിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 351-ലധികം പ്രതിനിധികളാണ് ഇത്തവണ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. MLA-മാർ, കേരള MP-മാർ, ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ, ഇന്ത്യക്ക് പുറത്തുള്ളവർ, ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർ, തിരികെ എത്തിയ പ്രവാസികൾ, തങ്ങളുടെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രവാസികൾ, OCI കാർഡുടമകൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനവും നടത്തിയിരുന്നു. ബഹ്റൈനിൽ നിന്ന് KG ബാബുരാജൻ, PV രാധാകൃഷ്ണപിള്ള, ഷാനവാസ് PK, സുബൈർ കണ്ണൂർ, CV നാരായണൻ, P ശ്രീജിത്ത്, ഹബീബ് റഹ്മാൻ, ഷാജി മുതല, ജേക്കബ് മാത്യു തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. ഓൾഡ് മനാമ മാർക്കറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. തീയണച്ച ശേഷം സിവിൽ ഡിഫൻസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. തീപിടുത്തത്തിൽ പരിക്കേറ്റ 6 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ചാടിയവരും പുക ശ്വസിച്ച് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടവരുമാണ് ചികിത്സയിലുള്ളത്. തീപിടിച്ച കെട്ടിടങ്ങളുടെ മുകളിലത്തെ നിലയിൽ ആഫ്രിക്കൻ വംശജരാണ് താമസിച്ചിരുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. ഷേഖ് അബ്ദുള്ള റോഡിലെ സിറ്റി മാക്സ് ഷോപ്പിന് പിറകിലുള്ള ഷോപ്പിനാണ് ബുധനാഴ്ച വൈകുന്നേരം 4-നോടടുപ്പിച്ച് തീപിടുത്തമുണ്ടായത്. തീ അടുത്തടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. വസ്ത്ര ഷോപ്പുകളും ചെരുപ്പ് കടകളും പെർഫ്യൂം ഷോപ്പുകളും അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് സൂക്കിൽ അടുത്തടുത്തായി പ്രവർത്തിക്കുന്നത്. പല കടകളും പൂർണ്ണമായും കത്തിനശിച്ചു. സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയായിരുന്നു. പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. സിവിൽ ഡിഫൻസ് പോലീസ് അധികൃതരും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒഴിപ്പിക്കുകയും റോഡുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷണത്തിനു ശേഷമേ കണ്ടെത്താനാകൂ. കനത്ത നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. ബഹ്റൈൻ മലയാളി ഫോറം സംഘടിപ്പിക്കുന്ന കലാ സാംസ്കാരിക പരിപാടി സർഗസന്ധ്യ ഇന്ന് വൈകിട്ട് 7 മുതൽ BMC ഹാളിൽ നടക്കും. ബഹ്റൈനിലെ യുവ ഗായകർ നയിക്കുന്ന നാടക ഗാനമേളയും സംഘടിപ്പിക്കും. ഗായകരായ ജോളി കൊച്ചിത്ര, ജസ്ലി കലാം, ദിനേശ് ചോമ്പാല, വിശ്യ സുകേഷ്, ഹരികുമാർ കിടങ്ങൂർ, അജിത രാജേഷ്, ധന്യ രാഹുൽ, ദിനേശ് മുതിരവള്ളി തുടങ്ങിയവർ ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ പാടും. ഹാർമോണിയത്തിൽ ഹംസയും തബലയിൽ വിനുവും പിന്നണിയൊരുക്കും. തുടർന്ന് നാടകം നാടിന്റെ ഉള്ളറിഞ്ഞപ്പോഴും എന്ന വിഷയത്തിൽ നാടക പ്രവർത്തകനും ഡിസൈനറുമായ ഹരീഷ് മേനോൻ സംസാരിക്കും. പ്രേക്ഷകർക്ക് നാടകാനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് BMF പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ, സെക്രട്ടറി ദീപ ജയചന്ദ്രൻ, പ്രോഗ്രാം കോർഡിനേറ്റർ രവി മാരാത്ത് എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ രവി മാരാത്തിനെ 39837087 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മനാമയിൽ സുന്നി ഔഖാഫിന്റെ ആഭിമുഖ്യത്തിൽ അൽ ഫുർഖാൻ സെന്റർ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന്റെ സംഘാടനത്തിനായി സ്വാഗത സംഘത്തെ രൂപവൽക്കരിച്ചു. മനാമ ഗോൾഡ് സിറ്റിക്ക് മുൻവശമുള്ള മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിലാണ് ഈദ്ഗാഹ് നടക്കുന്നത്. മുഖ്യരക്ഷാധികാരി സൈഫുല്ല ഖാസിം, ചെയർമാൻ അബ്ദുൾ മജീദ് തിരുവത്ത്, ജനറൽ കൺവീനർ അബുസലാം ബേപ്പൂർ, കൺവീനർമാർ ഹിഷാം K ഹമദ്, മുഹമ്മദ് ഷാനിദ് വയനാട്, ആരിഫ് അഹമ്മദ്, സഹീദ് പുതിയങ്ങാടി, കോർഡിനേഷൻ മുജീബുർ റഹ്മാൻ എടച്ചേരി, പബ്ലിസിറ്റി മുബാറക് VK, ബാസിദ് വില്യാപ്പള്ളി, ഷറഫുദ്ദീൻ അടൂർ, അബ്ദുള്ള പുതിയങ്ങാടി, റിഫ്രഷ്മെന്റ് യൂസഫ് KP, ആഷിഖ് PNP, റവന്യൂ ഫാറൂഖ് മാട്ടൂൽ, ഇക്ബാൽ കാഞ്ഞങ്ങാട്, ടെക്നിക്കൽ സപ്പോർട്ട് അനൂപ് തിരൂർ, ലേഡീസ് കെയർ ഖമറുനീസ അബ്ദുൾ മജീദ്, സബീല യൂസഫ്, ഷക്കീല ഫറൂഖ് എന്നിവരാണ്. ടോൾ പ്ലാസകളിലെ ഫാസ്ടാഗ് സാങ്കേതികവിദ്യ പരിഷ്കരിക്കാൻ ഉത്തരവിട്ട ദേശീയപാത അതോറിറ്റി. ഫാസ്ടാഗ് സംവിധാനത്തിലെ പിഴവ് മൂലം ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ മണിക്കൂറുകൾ കുടുങ്ങുന്നതടക്കം പരാതികൾ പതിവായതോടെയാണ് ഇടപെടൽ. കാലപ്പഴക്കം ചെന്നവയ്ക്ക് പകരം പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കണം. ഇലക്ട്രോണിക് IT മന്ത്രാലയം അംഗീകരിച്ചവരിൽ നിന്ന് മാത്രമാണ് സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങാനാവുകയെന്നും അതോറിറ്റി പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ടോൾ പ്ലാസകളിൽ സമയാസമയങ്ങളിൽ പരിശോധന നടത്തും. ഉപകരണങ്ങളുടെ തകരാറ് മൂലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ബന്ധപ്പെട്ട കരാറുകാരെ പുറത്താക്കും. പരാതി പരിഹാരത്തിന് എഞ്ചിനീയർമാരെ വിന്യസിക്കാനും ദേശീയപാത അതോറിറ്റിക്ക് പദ്ധതിയുണ്ട്.
ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് പരീക്ഷ സംബന്ധിച്ച അപാകത കണ്ടെത്തിയിട്ടില്ല. ഇത് വിശ്വസനീയമായ സംവിധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ വിശദീകരണം. കേന്ദ്ര സർക്കാരും NTA-യും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നീതി ഉറപ്പാക്കും. 6 പരീക്ഷാ കേന്ദ്രങ്ങളിൽ നൽകിയ ചോദ്യപേപ്പറിലാണ് പിശക് കണ്ടെത്തിയത്. ഈ സെന്ററുകളിൽ പരീക്ഷ എഴുതിയ 1563 വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയത്. നിസാര പ്രശ്നത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കലർത്തുകയാണ്. ഇത്തരമൊരു വൈകാരിക വിഷയത്തിൽ പ്രതിപക്ഷം വസ്തുതകൾ അറിയാതെ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെ ട്വീറ്റ് പങ്കുവച്ച് മന്ത്രി കുറ്റപ്പെടുത്തി. കുവൈറ്റിലെ മൻഗഫിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തിക്കും. രാവിലെ 8:30 വ്യോമസേനയുടെ C-130 സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. തുടർന്ന് പ്രത്യേക ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകും. അതിനിടെ കുവൈറ്റിലെ ദജീജിലി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം എംബാം ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനായി മൃതദേഹങ്ങൾ നേരിട്ട് വിമാനത്താവളത്തിലെത്തിക്കും. കേരളത്തിൽ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലെത്തി. രാത്രി 10:30 വിമാനത്തിലാണ് മന്ത്രി യാത്ര തിരിക്കുക. അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗുമായി കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതും പരിക്കേറ്റവരുടെ ചികിത്സ സംബന്ധിച്ചുമാണ് ചർച്ച നടത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പരിക്കേറ്റവരുടെ ചികിത്സ കുവൈറ്റിൽ തന്നെ തുടരാനാണ് തീരുമാനം. അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയതായും NPTC മാനേജ്മെന്റ് അറിയിച്ചു. തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 45 പേർ ഇന്ത്യക്കാരും 4 പേർ ഫിലിപ്പീനുകളുമാണ്. അപകടത്തിൽ 24 മലയാളികൾ മരിച്ചതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. 7 മലയാളികൾ ഗുരുതര അവസ്ഥയിലാണ്. പ്രവാസി മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. കോട്ടയം ചങ്ങനാശ്ശേരി ഇതിതാനം കിഴക്കേടത്ത് പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ P ശ്രീഹരി, പായിപ്പാട് കടങ്ങാട്ടായ പാലത്തിങ്കൽ പരേതരായ ബാബു വർഗീസിന്റെയും കുഞ്ഞേലിയമ്മയുടെയും മകൻ ഷിബു വർഗീസ്, പത്തനംതിട്ട തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിൽ മേപ്രാൽ മരോട്ടിമൂട്ടിൽ ചിറയിൽ വീട്ടിൽ ഉമ്മൻ റാണി ദമ്പതികളുടെ മകൻ ജോബി എന്ന തോമസ് സി ഉമ്മൻ, തിരുവല്ല പ്ലാച്ചുവട്ടിൽ കുടുംബാംഗവും ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ മനക്കണ്ടത്തിൽ ഗീവർഗീസ് തോമസിന്റെ മകനുമായ മാത്യു തോമസ്, തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലക്കൽ കുരിയാത്തി ലക്ഷ്മീട് കോളനിയിൽ അരുൺ ബാബു, മലപ്പുറം പുലാമന്തോൾ തിരുത്തിൽ താമസിക്കുന്ന മരക്കാടത്ത് പറമ്പിൽ വേലായുധന്റെ മകൻ ബാഹുലേയൻ, തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കൽ നൂഹ്, തൃശൂർ ചാവക്കാട് തെക്കൻ പാലയൂരിൽ താമസിക്കുന്ന തിരുവല്ലാത്തോപ്പിൽ തോമസ് ബാബുവിന്റെ മകൻ ബിനോയ് തോമസ്, കണ്ണൂർ ധർമ്മടം കോർണേഷൻ ബേസിക് UP സ്കൂളിന് സമീപം വാഴയിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെയും ഹേമലതയുടെയും മകൻ വിശ്വാസ് കൃഷ്ണൻ, പെരിങ്ങോം വൈക്കര കുത്തൂർ ലക്ഷ്മണന്റെയും പരേതയായ CV ഇന്ദ്രയുടെയും മകൻ കുത്തൂർ നിതിൻ എന്നിവരുടെ മരണങ്ങൾ ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം 9 മലയാളികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് വ്യാഴാഴ്ചയാണ് കുവൈറ്റിലെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചത്. മുബാറക് അൽ കബീർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 7 ഇന്ത്യക്കാരെയും ജാബിർ ആശുപത്രിയിലുള്ള 6 പേരെയും അദ്ദേഹം കണ്ടു. കുവൈറ്റ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അബ്സബാഗ്, വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽഹിയ എന്നിവരുമായും കീർത്തിവർദ്ധൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റ പട്ടിക പുനഃപരിശോധിക്കണമെന്നും അതുവരെ സർക്കാർ ഉത്തരവ് നടപ്പാക്കരുതെന്നുമുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. മാതൃജില്ലയിൽ ഒഴിവില്ലാത്ത പക്ഷം സമീപ ജില്ലകളിൽ ഓപ്ഷനുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷവും ഒഴിവുണ്ടെങ്കിൽ അവിടേക്ക് സീനിയോറിറ്റിയുടെയും സർവീസ് ദൈർഘ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമനത്തിന് പരിഗണിക്കണം. തയ്യാറാക്കിയ പട്ടികയിൽ സീനിയോറിറ്റിയുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഇത്തരം നിയമനത്തിന് വെയിറ്റേജ് കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ സർക്കാർ അത് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതോടെ സർക്കാർ പട്ടിക പ്രകാരമുള്ള സ്ഥലംമാറ്റ ഉത്തരവ് നടപ്പാക്കാനുള്ള തടസ്സം നീങ്ങി. 4 വിഭാഗങ്ങളിലായി അധ്യാപകരെ സ്ഥലം മാറ്റി. 2024 ഫെബ്രുവരി 12-ന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് നിയമ നടപടികളിൽ കുരുങ്ങിയത്. സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് ഒരു കൂട്ടം അധ്യാപകർ നൽകിയ ഹർജിയിൽ ഹോം സ്റ്റേഷൻ അതേ സ്ഥലം മാറ്റ പട്ടികകൾ നടപ്പാക്കുന്നത് KIT തടയുകയായിരുന്നു. 1 മാസത്തിനകം പട്ടിക പുതുക്കി കരട് പ്രസിദ്ധീകരിക്കണമെന്നും പരാതികൾ കേട്ട് ജൂൺ 1-നകം പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടു. മാതൃജില്ലയ്ക്ക് പുറത്തുള്ള സർവീസിലെ സീനിയോറിറ്റി മാതൃജില്ലയിലേക്ക് സ്ഥലം മാറ്റത്തിന് മാത്രമേ പരിഗണിക്കാവൂവെന്നാണ് സർക്കാരിന്റെ മാനദണ്ഡം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.